KTU 2019 സ്കീം കമ്പ്യൂട്ടർ സയൻസ് S3 ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് മൊഡ്യൂൾ 3യുടെ തിയറിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്കാണ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ റിലേഷൻ. അപ്പോൾ റിലേഷൻ എന്താണെന്നും അതിൻ്റെ പ്രോബ്ലംസൊക്കെ നമ്മളിവിടെ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമ്മൾ ഒരു റിലേഷൻ എങ്ങനെ മെട്രിക്സ് ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കി, നമുക്ക് രണ്ട് സെറ്റ് ഉണ്ട്, ഒരു എ ഉണ്ട് ഒരു ബി ഉണ്ട്. എയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 3 ആണ്, ബിയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 4 ആണ്. അപ്പോൾ നമ്മൾ മെട്രിക്സ് ഫോം ചെയ്യുമ്പോൾ ഫസ്റ്റ് സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് അത്രയും റോയും, സെക്കൻഡ് സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട് അത്രയും കോളംസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3:4 ആയിരിക്കും. ഇനി നമ്മൾ എ ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ള ഒരു റിലേഷനാണ് 6. റാൻഡമായിട്ട് ഒരു റിലേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നതാണ് A1 A2, A1 B2, A2 B1, A2 B3, A2 B4, A3 B2, A3 B4. അങ്ങനെ കുറച്ച് റിലേഷൻസ് ആണ് നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ മെട്രിക്സ് ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ, B2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കോളം, അതായത് ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളം 1 ആക്കുക. A1 B2 എന്ന് പറഞ്ഞ റിലേഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ പൊസിഷനിൽ 1 എഴുതണം. അടുത്ത റിലേഷൻ A2 B1 അല്ലേ, അതായത് രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ കോളം ആ പൊസിഷൻ്റെ വാല്യൂ 1 ആയിരിക്കണം. അടുത്ത റിലേഷൻ A2 B3. അപ്പോൾ എങ്ങനെ വരും, രണ്ടാമത്തെ റോയിൽ മൂന്നാമത്തെ കോളം വരുന്ന പൊസിഷനിൽ എന്തായിരിക്കണം, 1 ആയിരിക്കണം. അങ്ങനെ റിലേഷനിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ആണോ ഉള്ളത്, ഏതൊക്കെ പൊസിഷൻസ് ആണോ വരുന്നത് ആ പൊസിഷൻസ് ഫുള്ള് 1 എഴുതുക, ബാക്കിയുള്ള പൊസിഷൻസ് 0 കൊടുക്കുക. അങ്ങനെയാണ് നമ്മളൊരു റിലേഷനെ മെട്രിക്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത നമുക്കൊരു റിലേഷൻ എങ്ങനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അവിടെ കണ്ടോ ഒരു എക്സാമ്പിൾ, എ എന്ന് പറയുന്ന ഒരു സെറ്റും അതിൽ നിന്ന് തന്നെ എഴുതിയിട്ടുള്ള റിലേഷനാണ് താഴെ R=2. അപ്പോൾ ആദ്യം നമ്മൾ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നോക്കി, 4 എലമെൻറ്റ്സ് ആണുള്ളത്, 2 3 4 6. അപ്പോൾ ആദ്യം 4 എലമെൻറ്റ്സ് നമ്മളവിടെ എഴുതി. അതിനുശേഷം റിലേഷൻ നോക്കി, 2-ൽ നിന്ന് 2-ലേക്ക്. അപ്പോൾ 2-ൽ നിന്ന് 2-ലേക്ക് തന്നെയാണ് നമ്മൾ കണക്ഷൻ വരയ്ക്കേണ്ടത്. ഗ്രാഫ് ആകുമ്പോൾ പ്രത്യേകത അവിടെ നമുക്ക് ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യണം. അതാണ് ഏരോ മാർക്ക് കണ്ടോ, 2-ൽ നിന്ന് 2-ലേക്ക്, അതൊരു സെൽഫ് ലൂപ്പാണ് കേട്ടോ. അടുത്തത് റിലേഷൻ 2-ൽ നിന്ന് 4-ലേക്കല്ല, അപ്പോൾ 2-ൽ നിന്ന് 4-ലേക്ക് നമ്മൾ ഏരോ മാർക്ക് അടക്കം ഒരു കണക്ഷൻ വരയ്ക്കണം. അടുത്തത് 2-ൽ നിന്ന് 6-ലേക്ക്, പിന്നെ 3 എന്ന് പറയുമ്പോൾ സെൽഫ് ലൂപ്പ് വരും. 3 എന്ന് പറയുമ്പോൾ 3-ൽ നിന്ന് 6-ലേക്ക് ഒരു കണക്ഷൻ, 4 6 സിമിലർലി തന്നെ സെൽഫ് ലൂപ്പ് വരും കേട്ടോ. അതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അടുത്തത് റിലേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. മെയിനായിട്ട് ഒരു 7-8 പ്രോപ്പർട്ടീസാണുള്ളത് കേട്ടോ. റിഫ്ലെക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ്, ഇറിഫ്ലെക്സീവ്, നോൺ റിഫ്ലെക്സീവ്, അസിമെട്രിക്, ആൻറ്റിസിമെട്രിക് ആൻഡ് ഇക്വാലൻസ്. അതിൽ ഈ റിഫ്ലെക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ് ഒക്കെ എന്താ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താണ്. ഇക്വാലൻസ് റിലേഷൻ ഓൾസോ. പിന്നെ വരുന്ന ഇറിഫ്ലെക്സീവ്, നോൺ റിഫ്ലെക്സീവ്, അസിമെട്രിക്, ആൻറ്റിസിമെട്രിക്, ആ 4 ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ബാക്കി ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ് പ്രോബ്ലംസൊക്കെ. അപ്പോൾ നോക്കിയോ, ഒരു എക്സാമ്പിൾ ഞാൻ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. ഞാൻ എല്ലാത്തിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്നാലും ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇറിഫ്ലെക്സീവ് R4 5 6 7 ആണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. അതിൽ ഇറിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ എന്താ, റിഫ്ലെക്സീവ് ആവാൻ പാടില്ല. അപ്പോൾ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിൻ്റെയൊക്കെ മിറർ ഇമേജ് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇറിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ സെറ്റിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടോ അതിൻ്റെ ഒന്നിൻ്റെ മിറർ ഇമേജ് അവിടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ R4 കണ്ടോ 1 1 2 2 3 3 ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ഇറിഫ്ലെക്സീവ്. നോൺ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സീവും അല്ല ഇറിഫ്ലെക്സീവും അല്ല. അതായത് സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാം മിറർ ഇമേജ് ഉണ്ടാവാനും പാടില്ല, ഉണ്ടാവാതിരിക്കാനും പാടില്ല. അപ്പോൾ അവിടെ നോക്കി 1 3 2 3 3 2 3 3, അതല്ല R5 റിലേഷനിൽ എഴുതിയിട്ടുള്ളത്. അതിൽ 3 3 ഉണ്ട്, അതായത് എല്ലാ എലമെൻറ്റ്സിൻ്റെയും മിറർ ഇമേജ് ഉണ്ടോ, ഇല്ല. എന്നാൽ ഒന്നിൻ്റെയും ഇല്ല എന്ന് പറയാൻ പറ്റുമോ, 3 3യുടെ മിറർ ഇമേജ് ഉണ്ട്. അങ്ങനെ വരുന്ന ആളാണ് നോൺ റിഫ്ലെക്സീവ്. അടുത്തതാണ് അസിമെട്രിക്. അപ്പോൾ സിമെട്രിക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷനും ബിയിൽ നിന്ന് എയിലേക്കും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എന്ത്, സിമെട്രിക്. അപ്പോൾ അസിമെട്രിക് എന്ന് പറഞ്ഞാൽ A to B റിലേഷൻ ഉണ്ടെങ്കിൽ B to A എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടാവാൻ പാടില്ല. അതായത് എക്സാമ്പിൾ നോക്കി, R6-ൽ 1 നിന്ന് 2-ലേക്ക് ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ 2 നിന്ന് 1-ലേക്ക് ഉണ്ടാവാൻ പാടില്ല. 2 നിന്ന് 3-ലേക്ക് ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ 3 നിന്ന് 2-ലേക്ക് ഒരു റിലേഷൻ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ 3 to 1 ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ 1 നിന്ന് 3-ലേക്ക് ഒരു റിലേഷൻ ഉണ്ടാവാനും പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടീഷൻ, A ≠ B ആയിരിക്കണം. അതായത് എയുടെയും ബിയുടെയും വാല്യൂ സെയിം വരാൻ പാടില്ല. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കേട്ടോ. ഇനി അടുത്ത റിലേഷൻ നോക്കി, R7, അത് ആൻറ്റിസിമെട്രിക് ആണ്. അതായത് സിമെട്രിക്കോ അസിമെട്രിക്കോ അല്ലാത്ത ആളാണ് ആൻറ്റിസിമെട്രിക്. അപ്പോൾ ഇതിൽ റിലേഷൻ പറയുന്നത് സിമെട്രിക് പോലെ തന്നെയാണ്, ചെറിയൊരു ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് A to B എന്ന് പറയുന്ന റിലേഷൻ ഉണ്ടെങ്കിൽ B to A എന്ന് പറയുന്ന റിലേഷനും അതിലുണ്ടായിരിക്കണം.
പക്ഷേ കണ്ടീഷൻ എന്ന് പറയുന്നത് എ ഈക്വൽ ടു ബി ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ 1 1 2 2 കണ്ടോ, ഏതെങ്കിലും ഒരാളുടെ മിറർ ഇമേജ് വന്നു കഴിഞ്ഞാൽ അതെന്താവും, ആൻറ്റിസിമെട്രിക് ആവും. അപ്പോൾ എയുടെ വാല്യൂ 1 ആണ്, ബിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ എ ഈക്വൽ ടു ബി വരുന്ന എല്ലാവരും എന്തായിരിക്കും, ആൻറ്റിസിമെട്രിക് ആയിരിക്കും. പിന്നെ ഇക്വാലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് ഇക്വാലൻസ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അടുത്ത ടോപ്പിക്കാണ് ഫംഗ്ഷൻ. അപ്പോൾ ഫംഗ്ഷൻ്റെ ന്യൂമറിക്കൽസ് ഫുള്ള് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഇവിടെ ജസ്റ്റ് തിയറി എന്താണെന്ന് മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു സെറ്റും ബി എന്ന് പറയുന്ന ഒരു 2 സെറ്റ് ഉണ്ടെങ്കിൽ എ നിന്ന് ബിയിലേക്കുള്ള റിലേഷനാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. കണ്ടില്ലേ, എക്സാമ്പിൾ എയും ബിയും ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ ടു ബി റിലേഷൻഷിപ്പ് ആയിരിക്കും. കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ 2 ഫംഗ്ഷൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ്. അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതിൻ്റെ ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ ആണ് 1 to 1. അപ്പോൾ എയിൽ നിന്ന് എക്സാക്റ്റ് ബിയിലേക്ക് ഒരു മിറർ ഇമേജ് മാത്രമേ വരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് 1 to 1. അടുത്തത് മെനി ടു 1, അതായത് ഒന്നിൽ കൂടുതൽ ആൾക്ക് സെയിം മിറർ ഇമേജ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നതാണ് മെനി ടു 1. സോറി, മിറർ ഇമേജ് ആണെന്നല്ല, ഒരു ഇമേജ് വന്നാൽ മതി കേട്ടോ. ദെൻ ഇൻ ടു ഫംഗ്ഷൻ ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ. പിന്നെ 5ാമത്തെ ആളാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ആ എക്സാമ്പിൾ നോക്കി. ഫസ്റ്റത്തെ 1 to 1 എക്സാമ്പിൾ, അതായത് എയിലെ എല്ലാ എലമെൻസും ബിയിലേക്ക് എക്സാക്റ്റ് ഒരാളായിട്ട് മാത്രമാണ് റിലേഷൻ വരുന്നത്. അതിനാണ് 1 to 1 എന്ന് പറയുന്നത്. സെക്കൻഡ് മെനി ടു 1 ആണ്. അപ്പോൾ എയിലെ 2 എലമെൻറ്റിൽ നിന്ന് ബിയിലെ ഒരു എലമെൻറ്റിലേക്ക് കണക്ഷൻ വന്നില്ലേ, അതാണ് മെനി ടു 1. ഇൻ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എയിലെ ഒന്നിൽ കൂടുതൽ എലമെൻസിൽ നിന്ന് ബിയിലെ എലമെൻറ്റിലേക്കൊക്കെ കണക്ഷൻ വരാം. അതായത് മെനി ടു 1 പോലെയൊക്കെ ആവാം. പക്ഷേ ബിയിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ് അറ്റ്ലീസ്റ്റ് എന്തായിരിക്കണം, റിലേഷൻ ഇല്ലാത്തത് എലമെൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻ ടു. ഇനി ഓൺ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയിൽ നിന്ന് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഇമേജസ് എങ്ങോട്ട് വരാം, കണക്ഷൻസ് എങ്ങോട്ട് വരാം, ബിയിൽ എലമെൻറ്റിലേക്ക് വരാം. പക്ഷേ ബിയിൽ എല്ലാവരിലേക്കും ഓൾറെഡി റിലേഷൻസ് ഉണ്ടായിരിക്കണം. ബിയിൽ ആരും റിലേഷൻ ഇല്ലാത്ത എലമെൻ്റായിട്ട് വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓൺ ടു ഫംഗ്ഷൻ. ഇതാണ് 4. ഇനി 5ാമത്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 1 ഓൺ ടു സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അടുത്ത ടോപ്പിക്കാണ് GLB ആൻഡ് LUB. ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ് കേട്ടോ. അതും എക്സാമ്പിൾ വെച്ച് പറയാം. ഏറ്റവും ഫസ്റ്റ് GLB ആണ് പറയുന്നത്. എ ബി എന്ന് പറയുന്ന 2 എലമെൻറ്റുകൾക്ക് 2 ലോവർ ബൗണ്ടാണുള്ളത് കോമൺ ആയിട്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ലോവർ ബൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ എ ബിയുടെ 2 ലോവർ ബൗണ്ട്സ് ആണ് സിയും ഡബ്ല്യു. അപ്പോൾ അതിൽ ഗ്രേറ്റസ്റ്റ് ആരാണ്, ഡബ്ല്യു. ഗ്രേറ്റസ്റ്റ് മീൻസ് പൊസിഷൻ വെച്ചിട്ടാണ് ഗ്രേറ്റസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ സി ഡബ്ല്യുവിൽ ഹയസ്റ്റ് പൊസിഷൻ ആരിലാണ്, ഡബ്ല്യുവിനാണ്. അപ്പോൾ GLB എന്ന് പറയുന്നത് ഡബ്ല്യു. ഇനി അടുത്തത് LUB പറയാനായിട്ട് എ ബി എന്ന് പറയുന്ന 2 എലമെൻസിന് 2 അപ്പർ ബൗണ്ടാണ് കോമൺ ആയിട്ടുള്ളത്. അതാരൊക്കെയാണ്, യുവും സിയും. അപ്പോൾ ഒന്നിൽ കൂടുതൽ അപ്പർ ബൗണ്ടുകൾ വന്നാൽ നമ്മൾ ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ലീസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊസിഷൻ നോക്കുക. അപ്പോൾ അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും താഴത്തെ പൊസിഷനിൽ വരുന്ന ആളാരാണ്, യു ആണ്. അപ്പോൾ അതിൻ്റെ LUB എന്തായിരിക്കും, യു ആയിരിക്കും. നെക്സ്റ്റ് ടോപ്പിക്കാണ് ലാറ്റിസ്. അപ്പോൾ ലാറ്റിസ് എന്താണെന്നും അതിൻ്റെ ടൈപ്സും അതിൻ്റെ ടൈപ്സിൻ്റെ പ്രോബ്ലംസും ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ ജസ്റ്റ് ടൈപ്സ് എന്താണെന്നുള്ളതും അതിൻ്റെ തിയറിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് കംപ്ലീറ്റ് ലാറ്റിസ്. കംപ്ലീറ്റ് ലാറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ നോൺ എംപ്റ്റി സബ്സെറ്റുകൾക്കും GLB LUB എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കംപ്ലീറ്റ് ലാറ്റിസ്. ബൗണ്ടഡ് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ താഴെ 2 കണ്ടീഷൻസ് ഉണ്ടോ, 0 ആൻഡ് എ എന്ന് പറഞ്ഞാൽ 0യും 0 ഓർ എ എന്ന് പറഞ്ഞാൽ എയും വരണം. അതുപോലെ 1 ആൻഡ് എയുടെ റിസൾട്ട് എയും 1 ഓർ എ എന്ന് പറഞ്ഞാൽ 1ഉം വരണം. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലാറ്റിസുകൾ നമ്മൾ പറയുന്ന പേരാണ് ബൗണ്ടഡ് ലാറ്റിസ്. കോംപ്ലിമെൻറ്റ് ലാറ്റിസിൻ്റെ കോംപ്ലിമെൻറ്റ് പ്രോപ്പർട്ടിയാണ് 1 2 എഴുതിയിട്ടുള്ളത്. എ ആൻഡ് ബിയുടെ റിസൾട്ട് 0യും എ ഓർ ബി ചെയ്യുമ്പോൾ റിസൾട്ട് എന്തായിരിക്കണം, 1ഉം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് കോംപ്ലിമെൻറ്റഡ് ലാറ്റിസ്. അതിൻ്റെ പ്രോബ്ലംസ് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു കേട്ടോ. അടുത്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാവരും നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ഇക്വേഷൻസ് ആണ് എഴുതിയിട്ടുള്ളത്. അത് പെർഫോം ചെയ്യുന്നവരാണ് ഡിസ്ട്രിബ്യൂട്ടീവ്. അപ്പോൾ ഒരു ലാറ്റിസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ടീവ് ആണോ അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് വരാറുള്ളത്. അത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അടുത്ത ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു പ്രൂഫ് പോലെ കേട്ടോ. ഇൻ എ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ഷോ ദാറ്റ് എ ഓർ ബി ഈക്വൽ ടു എ ഓർ സി ആൻഡ് എ ആൻഡ് ബി ഈക്വൽ ടു എ ആൻഡ് സി ടുഗദർ ഇംപ്ലൈ ദാറ്റ് ഡി ഈക്വൽ ടു സി. ഇതൊരു പ്രൂഫാണ്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി 2 ലോ തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ സൈഡിൽ 1ഉം 2ഉം എടുത്ത് എഴുതിയിട്ടുള്ളത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം ബിയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം, അക്കോർഡിംഗ് ടു അബ്സോർപ്ഷൻ ലോ ബി ഈക്വൽ ടു ബി ഓർ എ ആൻഡ് ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൽ എ ആൻഡ് ബിക്ക് നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബി ഓർ എ ആൻഡ് സി എന്ന് കിട്ടും.
അതിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ബി ഓർ എ ആൻഡ് ബി ഓർ സി എന്ന് വരും. അതിൽ നമുക്ക് എങ്ങനെ എഴുതാം? കമ്മ്യൂട്ടേറ്റീവ് പ്രകാരം എങ്ങനെ എഴുതാം? അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എ ഓർ ബി ആൻഡ് ബി ഓർ സി. ദെൻ അതിൽ നമ്മൾ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എ ഓർ ബിക്ക് ഒരവിടെ ആര് വരും? എ ഓർ സി വരും. അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എ ആൻഡ് ബി ഓർ സി എന്ന് വരും. അതായത് സി നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്ത് എഴുതി. ഇനി അതിൽ നമ്മൾ റൂള് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ആൻഡ് ബിക്ക് വരുന്നത് വരും എ ആൻഡ് സി എന്ന് വരും. അപ്പോൾ എ ആൻഡ് സി ഓർ സി, അത് അബ്സോർപ്ഷൻ ലോ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? സി എന്ന് എഴുതാം. അപ്പോൾ ബി ഈക്വൽ ടു സി. ഇതാണ് ആ പ്രൂഫ് കേട്ടോ. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ.